ഒന്ന് ജസ്റ്റ് പരിചയപ്പെടുത്താൻ. എൻ്റെ പേര് മുഹമ്മദ് അലി, എറണാകുളമാണ് സ്വദേശം. മോദി കെയർ ബിസിനസ്സിൽ ഏകദേശം ഒരു 5.5 വർഷം കംപ്ലീറ്റ് ചെയ്യുന്നു. നിലവിൽ മോദി കെയറിൻ്റെ റെഡ് ഡയമണ്ട് ഡയറക്ടറാണ്, മില്ലിനിയർ ക്ലബ്ബ് മെമ്പറാണ്, കറച്ചീവറാണ്. വളരെയധികം സക്സസോടെ ഈ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നു. തികച്ചും യാദൃച്ഛികമായിട്ടാണ് ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നത്. ഒരു പ്രീവിയസ് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ നേരത്തെ ഈ ഒരു മേഖലയിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള ഒരു പാരമ്പര്യമൊന്നും ഇല്ലാതെ 2020 ആദ്യമായിട്ടാണ് ഞാൻ കമ്പനിയെക്കുറിച്ച് കേൾക്കുന്നത്, ആദ്യമായിട്ടാണ് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചു, നല്ലൊരു ക്വാളിറ്റിയുള്ള ഉൽപ്പന്നമാണ് എന്ന് തിരിച്ചറിഞ്ഞു. ശേഷം ഇതിൻ്റെ ബിസിനസ് സാധ്യതകൾ പഠിക്കാനായിട്ട് ഇതേപോലുള്ള മീറ്റിങ്ങുകളും ട്രെയിനിങ്ങുകളും നിരന്തരമായിട്ട് അറ്റൻഡ് ചെയ്തു. അങ്ങനെ നിരന്തരമായിട്ട് അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് മോദി കെയർ ഉൽപ്പന്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിനേക്കാൾ എന്താണ് മോദി കെയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ് എന്ന് പഠിക്കാൻ തയ്യാറായ കാര്യം ഞാൻ ഉപയോഗിച്ച് നോക്കിയപ്പോൾ എനിക്കത് മനസ്സിലായി, ഉൽപ്പന്നങ്ങളെ കുറിച്ചിട്ട്. ശേഷം ഇതിൻ്റെ ഒരു ബിസിനസ് അവസരം ഉണ്ടെന്ന് കേട്ടപ്പോൾ ബിസിനസ് അവസരം വീണ്ടും പഠിക്കാൻ തയ്യാറായി. അങ്ങനെ പഠിക്കാൻ തയ്യാറായി കഴിഞ്ഞപ്പോൾ കൂടുതൽ എക്സൈറ്റ്മെന്റ് ആയി. കാരണം അപാരമായ രീതിയിൽ വരുമാനം നേടാൻ പറ്റുന്ന ഒരു വലിയൊരു അവസരം മോദി കെയറിലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞു. നിരന്തരം പഠിക്കുകയും പഠിച്ച കാര്യങ്ങൾ, അത് പ്രൊഡക്റ്റ് ആയാലും ബിസിനസ് ആയാലും വരുമാനം നേടുന്ന കാര്യമായാലും ഈ ബിസിനസ് എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നിരന്തരമായിട്ട് പഠിച്ചപ്പോൾ കുറച്ചുകൂടി സ്മൂത്തായിട്ട് നമുക്ക് ആളുകളോട് പറഞ്ഞു കൊടുക്കാനും, ആ പറഞ്ഞു കൊടുത്ത ആളുകളുമായിട്ട് വീണ്ടും ട്രെയിനിങ്ങുകളും മീറ്റിങ്ങുകളും അറ്റൻഡ് ചെയ്തപ്പോൾ കുറേ ആളുകൾ ഈ ഒരു ബിസിനസ്സിലേക്ക് അസോസിയേറ്റ് ചെയ്തു. പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സായി, കുറേ പേര് ബിസിനസ് ചെയ്യുന്ന ആളുകളായി. അങ്ങനെ നിരന്തരം ഇത് ചെയ്തപ്പോൾ മോദി കെയർ ബിസിനസ്സിലൂടെ ഒരു മില്യണർ ആവാനും കാർ അച്ചീവർ ആവാനൊക്കെ കഴിഞ്ഞു. വളരെയധികം സക്സസ്ഫുൾ ആയിട്ട് ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഒരുപാട് ആളുകൾക്ക് എനിക്ക് വരുമാനം കിട്ടുന്നതിനേക്കാൾ ഉപരി, നമുക്കറിയാം ഇന്ന് നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അറിയാം, ഒരാൾക്കൊരു രൂപ കൊടുത്ത ഒരാളെ സഹായിക്കാൻ കഴിയില്ല. പക്ഷേ ഊണ് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഊട്ടുവരെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. പക്ഷെ അതൊരു പഴങ്കഥയാണത്, അല്ലേ? അതും ഇന്ന് നമ്മൾ സാധാരണ ആളുകൾ ചെയ്യാറില്ല. പക്ഷെ മോദി കെയറിനെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്കൊരു ഊട്ടുപുര കാണിച്ചു കൊടുത്താലാണ് നമുക്ക് ഉണ്ടാകാൻ കഴിയുള്ളൂ. അതാണ് ഏറ്റവും വലിയ സത്യം. ഒരുപാട് പേർക്ക് ഊട്ടുപുര കാണിച്ചു കൊടുത്താൽ നമുക്ക് സമൃദ്ധിയായിട്ട് ഉണ്ടാകാൻ കഴിയും. അപ്പം എന്തുകൊണ്ടും ഒരുപാട് പേരിലേക്ക് ഈ ഒരു ബിസിനസ് എത്തിക്കാമെന്നുള്ള ആ ഒരു അവസരത്തെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയി. അങ്ങനെ ഒരുപാട് കുടുംബങ്ങളിലേക്ക് ഇന്ന് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് കുടുംബങ്ങളിലേക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം, ആസാദി ആസ്വദിക്കാനും ആസ്വദിപ്പിക്കാനും കഴിഞ്ഞു. അപ്പൊ ആ ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നിപ്പോൾ സംസാരിക്കുന്നത്. അപ്പൊ എനിക്ക് എല്ലാവരോടും റിക്വസ്റ്റ് ഉള്ളത്, ഈ മീറ്റിങ്ങിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ ഇതൊന്ന് പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള ഒരു 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 മൂഡോടുകൂടി നമ്മളൊന്ന് ഇരിക്കുക. സമയം 8 മണിയൊക്കെ ആയി, എല്ലാവരും തിരക്കൊക്കെ ഒഴിഞ്ഞിട്ടുണ്ടാവും. ഒരു വീഡിയോ ഓൺ പൊസിഷനിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്ററാണ്. കാരണം നമുക്കറിയാം, നമ്മൾ ഈ ഒരു ബിസിനസ് ആയാലും ഏതൊരു മേഖലയായാലും നമുക്കൊരു മറയുടെ പുറത്തിരുന്നു കൊണ്ട്, എന്ന് വെച്ചാൽ ഒരു മതിലിനപ്പുറത്തിരുന്നു കൊണ്ടോ അല്ലെങ്കിൽ ഒരു 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 കർട്ടന് അപ്പുറത്തിരുന്നു കൊണ്ടോ നമുക്ക് ഒരിക്കലും ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ബിസിനസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ബിസിനസ്സാണ് മാൻ പവർ മൾട്ടിപ്ലിക്കേഷൻ ബിസിനസ്സാണ്. പുതിയ ആളുകളിലേക്ക് നമ്മൾ എന്ത് പഠിക്കുന്നു, നമ്മൾ എന്ത് മനസ്സിലാക്കുന്നു, നമുക്ക് എന്ത് റിസൾട്ട് കിട്ടുന്നു, നമുക്ക് എന്ത് വാങ്ങാൻ കഴിയുന്നു, ഇത് നമുക്ക് എത്രത്തോളം ആളുകളിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് അതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമായിട്ടാണ് നമ്മുടെ ബിസിനസ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അറിയാം, ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണമെങ്കിൽ, മറ്റുള്ള ആളുകളെ പരിചയപ്പെടുത്തണമെങ്കിൽ നമ്മൾ ഒളിച്ചിരുന്നാൽ പറ്റില്ല, അല്ലേ? നമ്മൾ വെളിയിലേക്ക് വന്നേ പറ്റും. എങ്കിലേ നമുക്ക് സക്സസ് ആവാൻ പറ്റും. ബാക്കി എന്തൊരു ജോലിയും ചിലപ്പോൾ വർക്ക് ഫ്രം ഹോം അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യും. പക്ഷെ ഈ പണി നടക്കൂല. അപ്പൊ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, സീരിയസ് ആയിട്ട് പറയണം. കാരണം കഴിഞ്ഞ 5-6 വർഷത്തെ ഒരു എന്താ പറയാ, ഈ ബിസിനസ്സിൽ ഒരുപാട് മുഖങ്ങൾ കണ്ട് മാറിപ്പോയതിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്. നമ്മളുടെ ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറുമ്പോൾ നമ്മളിലേക്ക് ഒരു പുതിയ സ്കില്ല്, ഈവൻ ഒരു 4 ആളോട് സംസാരിക്കാത്ത വ്യക്തി, അല്ലെങ്കിൽ 4 ആളിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടാത്ത വ്യക്തി, അല്ലെങ്കിൽ 4 ആളോട് മുഖത്തേക്ക് നോക്കി സംസാരിക്കാത്ത ഒരു വ്യക്തി, അതൊരു ചേഞ്ച് ആയിട്ട് ഒരു മാറ്റം കൊണ്ടുവന്നാൽ അതൊരു സ്കില്ലാണ്. അപ്പൊ ന്യൂ സ്കില്ല് ന്യൂ റവന്യൂ എന്നാണ് പറയുന്നത്.
എന്ന് വെച്ചാൽ ഒരു പുതിയ സ്കില്ല് നമുക്കൊരു പുതിയ ഇൻകം ഉണ്ടാക്കി തരും. അപ്പോൾ മോദി കെയറിൽ നമ്മൾ പ്ലാൻ കേൾക്കുന്നതിനേക്കാൾ ഉപരി, പ്രൊഡക്റ്റ് പഠിക്കുന്നതിനേക്കാൾ ഉപരി, ബിസിനസ് പ്ലാൻ പഠിക്കുന്നതിനേക്കാൾ ഉപരി എന്ത് ചെയ്യണം? നമ്മൾ നമ്മളുടെ കുറച്ച് ഹാബിറ്റുകളൊക്കെ ഒന്ന് മാറ്റാൻ തയ്യാറാവുക. അപ്പോൾ നിങ്ങൾ റെഡിയാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ആ പ്ലാനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടി ഇന്നത്തെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി സെഷൻ, പ്ലാൻ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒരു മിനിറ്റ് പ്ലീസ്. സംസാരിക്കാൻ പോകുന്നത് ഈ കാണുന്ന മഹത്തായ വ്യക്തിത്വം മിസ്റ്റർ സമീർ മോദി സാറ്. അദ്ദേഹത്തിന്റെ ഒരു വലിയൊരു വിഷനാണ്, അദ്ദേഹത്തിന്റെ വലിയൊരു മിഷനാണ്, വലിയൊരു കമ്മിറ്റ്മെന്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അദ്ദേഹം നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഏറ്റവും നല്ലൊരു ബിസിനസ് പ്ലാനിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. സമീർ മോദി ഇൻഫിനിറ്റി പ്ലാൻ നമുക്ക് വേണ്ടിയിട്ട് തന്നേക്കാണ്. ഇറ്റ്സ് മൈ കമ്മിറ്റ്മെന്റ് ടു യുവർ ലിമിറ്റ്ലെസ് സക്സസ്. അദ്ദേഹത്തിന്റെ ഒരു വലിയൊരു കമ്മിറ്റ്മെന്റ് ആണ് നമ്മളെ പോലുള്ള ഓരോ ആളുകളുടെയും അനന്തമായ രീതിയിലുള്ള വിജയത്തിന് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു കമ്മിറ്റ്മെന്റ് ആണത്. അപ്പൊ ആ കമ്മിറ്റ്മെന്റോട് കൂടിയുള്ള ആ ഒരു പ്ലാനിനെ കുറിച്ചിട്ട് നമുക്കൊന്ന് സംസാരിക്കാം. ആർ യു എക്സൈറ്റഡ്? നിങ്ങൾ എക്സൈറ്റഡ് ആണെന്ന് വിചാരിക്കുന്നു. ഒരു പക്ഷെ ഇതിനു മുമ്പൊക്കെ ഒരുപാട് വട്ടം നമ്മൾ ഈ ബിസിനസ് പ്ലാൻ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ ഇതുവരെ ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടാവും. എങ്കിലും കേട്ടവരാണെങ്കിലും കേട്ട ആളുകളാണെങ്കിലും ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ പോലും ഈ പ്ലാൻ വലിയൊരു എക്സൈറ്റ്മെന്റ് തന്നെയാണ്. കാരണം ആനുകാലികമായ സാഹചര്യവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്നത്തെ ജോലി സാധ്യതകളും വരുമാനവും ഒക്കെ നമ്മളൊന്ന് കണക്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ഈ ഒരു പ്ലാൻ എക്സൈറ്റഡ് തന്നെയാണ്. ഇനി ഡു യു ഹാവ് എ ഡ്രീം? നിങ്ങൾക്ക് സ്വപ്നങ്ങളുണ്ടോ? വെറുതെയുള്ള സ്വപ്നങ്ങളല്ല, വലിയ സ്വപ്നങ്ങളുണ്ടോ? മറ്റുള്ളവരോട് നമ്മളുടെ സ്വപ്നങ്ങൾ പറയുമ്പോൾ മറ്റുള്ളവർ നമ്മളുടെ മുഖത്തേക്ക് നോക്കി നമ്മളെ കളിയാക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വലിയ സ്വപ്നമായിരിക്കും. നമ്മളോട് മുഖത്തേക്ക് നോക്കി ചിരിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ സ്വപ്നമായിരിക്കും. എപ്പോഴും നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന സ്വപ്നങ്ങളാണോ? അതും വലിയ സ്വപ്നമായിരിക്കും. അപ്പോൾ വലിയ സ്വപ്നങ്ങളുള്ള ആളുകൾക്ക് നമ്മൾ ഈ പ്ലാനിലേക്ക് വരാം. ഈ ഒരു പ്ലാനിലേക്ക് ക്ഷണിക്കുന്നതിന് മുമ്പായിട്ട് എല്ലാവരോടും എനിക്ക് റിക്വസ്റ്റ് ഉള്ളത്, ലെറ്റ്സ് മേക്ക് മണി ടുഗദർ. ബാക്കി എവിടെയും ഏതൊരു മേഖലയിലും ഒറ്റയ്ക്കാണ് പണം ഉണ്ടാക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ഒരുമിച്ചാണ് പണം ഉണ്ടാക്കാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഇതുപോലെ ആരും പറഞ്ഞിട്ടുണ്ടാവും, വാ നമുക്ക് ഒരുമിച്ച് പണം ഉണ്ടാക്കാൻ പറ്റില്ലേ? ആരും പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ മോദി കെയറിന്റെ പ്ലാനിൽ പറയുന്നത്, വരൂ നമുക്ക് ഒരുമിച്ച് പണം ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ആ പണം ഉണ്ടാക്കാൻ പറ്റുന്ന പ്ലാനിലേക്കാണ് നമ്മൾ വരുന്നത്. ഇനി ബിസിനസിന്റെ ഇമ്പോർട്ടൻറ്റ് പാർട്ട്, നമ്മൾ സംസാരിക്കുന്ന ബിസിനസിന്റെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. നമുക്കൊരു മില്യണർ ആവാൻ കഴിയും. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഞാനൊരു മില്യണർ എന്ന് പറയുമ്പോൾ മാസം 1 ലക്ഷം രൂപയുടെ മുകളിൽ വരുമാനം വാങ്ങിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ എങ്ങനെ നമുക്കൊരു മില്യണർ ആവാം, അല്ലെങ്കിൽ വലിയ സ്വപ്നങ്ങൾ നേടാം? ഈ ഒരു പ്ലാനിലൂടെ തീർച്ചയായിട്ടും 2 പ്രധാനപ്പെട്ട സബ്ജക്റ്റ് ആണ് ഉള്ളത്. ഒന്ന് നമ്മുടെ പ്ലാന്, 2 നമ്മുടെ പ്രൊഡക്റ്റ്. വരുമാനം നേടാനുള്ള പ്രധാനപ്പെട്ട 2 സബ്ജക്റ്റ് ആണ് മോദി കെയറിന്റെ പ്ലാനും അതുപോലെ തന്നെ മോദി കെയറിന്റെ പ്രൊഡക്റ്റും. ഇനി നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ, നമുക്ക് ആവശ്യമുള്ളത് തേടി നമ്മൾ പോകുമ്പോൾ ഒരുപക്ഷെ നമുക്ക് കിട്ടുന്നത് ഇതായിരിക്കും അല്ലേ? ഈ 2 പിക്ചറും നമ്മൾ അതാണ് ചിന്തിപ്പിക്കുന്നത്. പല സ്ഥലങ്ങളിലും നമ്മൾ പലതിനും വേണ്ടിയിട്ട് നമ്മൾ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പല സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ടോ പലതും നേടാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാവും. പക്ഷെ കിട്ടുന്നത് ഇതേപോലെയുള്ള കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും കൺഫ്യൂഷനാണ്. എങ്ങോട്ട് പോകും, എന്ത് ചെയ്യും അല്ലേ? നമുക്ക് എല്ലാവർക്കും വലിയൊരു ഇൻകം ആഗ്രഹമുണ്ട്. നമ്മളെല്ലാവരും ഏതെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്നവരാണ്. പക്ഷെ ആ വരുമാനം കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. വരുമാനം കൂടുന്നില്ല, ചിലവുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി എന്ത് ചെയ്യും? കൺഫ്യൂഷനാണ്. കിട്ടിക്കൊണ്ടുന്ന നമുക്ക് വരുമാനം കൂടുന്നില്ല, പക്ഷെ ഓരോ ദിവസവും മാസവും ചെല്ലുന്തോറും ചിലവുകൾ കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ ഒരു എക്സ്ട്രാ ഇൻകത്തെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങളെ കുറിച്ചിട്ടോ നമുക്ക് വളരെ വലിയ കൺഫ്യൂഷനാണ്. ഇനി അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഡോൺ വറി, നമുക്കൊരു കൃത്യമായൊരു ഡോറുണ്ട്. ആ കൺഫ്യൂഷൻ തീർക്കാൻ അല്ലെങ്കിൽ ആ സ്വപ്നങ്ങൾ നേടാനുള്ള ഒരു കറക്റ്റായിട്ടുള്ളൊരു വഴിയെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നിപ്പോൾ സംസാരിക്കുന്നത്. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്
നമ്മളുടെ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡത്തിനെ കുറിച്ചിട്ടാണ്, യുണീക്ക് ബിസിനസ് പ്ലാനിനെ കുറിച്ചിട്ടാണ്. കാരണം ഈ ഒരു യുണീക്ക് ബിസിനസ് പ്ലാൻ നമ്മളുടെ ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ബിസിനസ് പ്ലാനിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ദെൻ യാത്ര ചെയ്യാൻ തയ്യാറാണോ? ഒരുമിച്ച് യാത്ര ചെയ്യാൻ തയ്യാറാണോ? ദെൻ അങ്ങനെ യാത്ര ചെയ്യാൻ തയ്യാറുള്ള, ഈ ബിസിനസ് ചെയ്യാൻ തയ്യാറുള്ളവർക്ക് കാത്തിരിക്കുന്ന സമീർ മോദി ഇൻഫിനിറ്റി പ്ലാനിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇന്ന് 72% ബിസിനസ് വോളിയത്തിന്റെ പേ ഔട്ട് നൽകുന്ന ഒരേ ഒരു കമ്പനി ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ മോദി കെയറാണ്. ആ ഒരു ബിസിനസ് പ്ലാനിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അൺലിമിറ്റഡ് കോമ്പൻസേഷൻ പ്ലാനാണ്. ദെൻ 4 ലെഗ് അല്ലെങ്കിൽ 4 ടീമിലൂടെ മാക്സിമം ഇൻകം, മാക്സിമം എല്ലാ വരുമാനങ്ങളും നേടിയെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്ലാനാണ്. അതുപോലെ തന്നെ അൺലോക്ക് റാപ്പിഡ് ഗ്രോത്ത്. ഈ 4 ലെഗിലൂടെ നമുക്ക് തുറന്നിട്ടിരിക്കുന്നത് വലിയൊരു ഗ്രോത്ത് ആണ്. ഇനി നമുക്ക് ഒരുപാട് അച്ചീവ്മെന്റുകൾ നമുക്ക് കാത്തിരിക്കുന്നുണ്ട്. ഇനി ഇൻഫിനിറ്റി ഡെപ്തിൽ നമുക്ക് നമ്മളുടെ ഈ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എത്രത്തോളം ഡെപ്തിലേക്ക്, മീൻസ് നമ്മളുടെ ടീമിന്റെ എത്രത്തോളം ഡെപ്തിലേക്ക് വരുന്ന ഓരോ ബിസിനസ്സിനും നമുക്ക് ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഇനി അതുപോലെ തന്നെ ഇൻസ്റ്റന്റ് റിവാർഡും മന്ത്ലി റിവാർഡും ഇപ്പൊ നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു പ്ലാനിന്റെ സവിശേഷതയാണ്. അതുപോലെ തന്നെ ലോയൽറ്റി പ്രോഗ്രാം നമുക്ക് അവൈലബിൾ ആണ്. ദെൻ ഇന്ന് ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഇന്ന് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, റിവാർഡിംഗ് ആയിട്ടുള്ള ഒരു പ്ലാനാണ് ഇൻഫിനിറ്റി പ്ലാൻ. ഇനി 12 തരം ഇൻകമാണ് നമുക്കിവിടെ കാത്തിരിക്കുന്നത്. നമ്മളിവിടെ സംസാരിച്ചു 72% പേ ഔട്ട് കിട്ടുന്ന ഒരു ബെസ്റ്റ് പ്ലാൻ ആണെന്ന്. 12 തരം വരുമാനമാണ് നമുക്ക് ഇവിടെ ലഭിക്കാൻ പോകുന്നത്. അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് ഈ വരുമാനങ്ങൾ എങ്ങനെയൊക്കെ നേടാൻ കഴിയുമെന്നതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് നോക്കാം. ഇനി 4 പ്രധാനപ്പെട്ട പില്ലേഴ്സ് ആണ് നമ്മുടെ ഈ ബിസിനസ്സിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒന്ന്, ഫൗണ്ടേഷൻ. നമുക്കറിയാം, ഒരു വീട് വയ്ക്കുമ്പോൾ ആ വീടിന് ആദ്യം വേണ്ടത്, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് വയ്ക്കുമ്പോൾ ആദ്യം വേണ്ടത് അതിൻ്റെ ഒരു ഫൗണ്ടേഷനാണ്. ഫൗണ്ടേഷൻ കറക്റ്റ് ആണെങ്കിൽ നമുക്കത് ബിൽഡിങ് നല്ല രീതിയിൽ മുന്നോട്ട് കെട്ടിപ്പോക്കാൻ പറ്റും. ഇനി നമ്മളുടെ ബിസിനസിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ ബിസിനസിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ കൺസ്യൂമർ ആണ്. എന്ന് വെച്ചാൽ നമ്മൾ മോദി കെയറിന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്ന ഒരു കൺസ്യൂമർ ആയിട്ട് മാറുക, മോദി കെയറിന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്ന ഒരു കസ്റ്റമർ ആയിട്ട്. സെക്കൻഡ്, നമുക്ക് അത് ബേസ് ലെവലാണ്. നമ്മൾ നേരത്തെ ഫൗണ്ടേഷൻ പറഞ്ഞു, ദെൻ ബേസ് ലെവലാണ്. നമുക്കൊരു അഡ്വൈസറായിട്ട് മാറാൻ പറ്റും, അഡ്വൈസർ ആകാൻ പറ്റും. എന്ന് വെച്ചാൽ മറ്റുള്ളവരെ ഈ ഉൽപ്പന്നങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മറ്റുള്ളവർക്ക് അഡ്വൈസ് കൊടുത്തുകൊണ്ട്, മീൻസ് നമ്മൾ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഹെൽത്ത് ബെനിഫിറ്റ്, നമുക്ക് കിട്ടുന്ന ഫൈനാൻഷ്യൽ, അതായത് സാമ്പത്തിക ബെനിഫിറ്റ്, നമുക്ക് കൺസ്യൂമർ എന്നുള്ള രീതിയിൽ കിട്ടുന്ന ബെനിഫിറ്റുകൾ നമ്മൾക്ക് മറ്റുള്ളവർക്ക് അഡ്വൈസ് ചെയ്യുന്ന ഒരു അഡ്വൈസറായിട്ട് മാറും. ദെൻ നെക്സ്റ്റ്, തേർഡ് സ്റ്റെപ്പ് ബിസിനസ് ബിൽഡറാണ്. അഡ്വൈസർ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബിസിനസ് ബിൽഡറാണ്, ഒരു ലീഡർഷിപ്പിലേക്ക് വരും. എന്ന് വെച്ചാൽ നമ്മൾ അഡ്വൈസ് ചെയ്ത് നമുക്ക് അവിടെ ഒരു നല്ലൊരു പ്രാക്ടീസ് കിട്ടും. അതേപോലെ തന്നെ മീറ്റിങ്ങുകളും ട്രെയിനിങ്ങുകളും നമ്മൾ നിരന്തരമായിട്ട് അറ്റൻഡ് ചെയ്യും. എന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ മറ്റുള്ളവരോട് സംസാരിക്കാൻ, മറ്റുള്ളവരോട് അഡ്വൈസ് ചെയ്യാനായിട്ട് നമുക്കാദ്യം ഇതിനെക്കുറിച്ചൊരു വ്യക്തമായ ധാരണ ഉണ്ടാവണം, വ്യക്തമായ ഒരു നോളജ് ഉണ്ടാവണം. അപ്പൊ ഈ നോളജ് കിട്ടാനും ധാരണ കിട്ടാനും നമ്മൾ എന്ത് ചെയ്യും? അഡ്വൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കാൻ തയ്യാറാവും. അങ്ങനെ പഠിക്കാൻ തയ്യാറാവുമ്പോൾ നമ്മളൊരു ലീഡർഷിപ്പിലേക്ക് വരും. അങ്ങനെ ലീഡർഷിപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മളൊരു ബിസിനസ് ഐക്കണായിട്ട് മാറും. എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് മാർഗനിർദ്ദേശം കൊടുക്കുന്ന, അല്ലെങ്കിൽ അവരെ വഴി കാട്ടുന്ന, നമ്മളുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന വ്യക്തികളെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവർ കൺസ്യൂമറിൽ നിന്ന് അഡ്വൈസേഴ്സിലേക്കും, അഡ്വൈസേഴ്സിൽ നിന്ന് ലീഡർഷിപ്പിലേക്കും, ലീഡർഷിപ്പിൽ നിന്നും മെന്റർഷിപ്പിലേക്കും മാറിക്കൊണ്ടുവരുന്ന ഒരു 4th സ്റ്റേജായ ഒരു ബിസിനസ് ഐക്കണായിട്ട് നമുക്ക് മാറാൻ കഴിയും. ഇനി 12ഓളം ഇൻകമാണ് നമുക്ക് കാത്തിരിക്കുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, സേവിങ് ഓൺ കൺസപ്ഷൻ. നമ്മൾ മോദി കെയറിന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുമ്പോൾ ഏകദേശം ഒരു 33% നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് MRP ഡിസ്കൗണ്ട് നമുക്ക് കിട്ടും. ഇത് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും, ഡിസ്കൗണ്ട്. അതുപോലെ തന്നെ പ്രൊഗ്രഷൻ ബോണസ്.
നമുക്കൊരു 6% വരെ നമുക്കൊരു പ്രോഗ്രഷൻ ബോണസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. മൂന്നാമത്തത് നമുക്ക് പവർ ഓഫ് 4 ബോണസ്. ഇതൊരു ഫസ്റ്റ് ഇൻകം ആണ് മോദി കേരള. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന വ്യക്തികൾക്ക് കിട്ടുന്ന ഫസ്റ്റ് ഇൻകം. നെക്സ്റ്റ് ഡയറക്ടർ ബോണസ് 17% ഉണ്ട്. വെഹിക്കിൾ ബോണസ് 3% ഉണ്ട്. നാഷണൽ ട്രാവൽ ഫണ്ട് 4% ഉണ്ട്. മെന്റർഷിപ്പ് ബോണസ് 15% ഉണ്ട്. വേൾഡ് ടൂർ ഫണ്ട് 6% ഉണ്ട്. ലക്ഷറി കാർ ഫണ്ട് 5% ഉണ്ട്. ഡ്രീം ഹൗസ് ബോണസ് 4% ഉണ്ട്. ഡയമണ്ട് ക്ലബ് ബോണസ് 4% ഉണ്ട്. ബ്ലൂ ഡയമണ്ട് ക്ലബ് ബോണസ് 3% ഉണ്ട്. അപ്പൊ ഇങ്ങനെ 12ഓളം വരുമാനമാണ് നമുക്ക് കാത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ആദ്യത്തെ ഇൻകം എന്താണ്? സേവിംഗ് ഓൺ കൺസപ്ഷൻ. ഇത് സാധാരണ നമുക്ക് പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന ഒരു കൺസ്യൂമർ, നമ്മൾ പറഞ്ഞല്ലേ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൺസ്യൂമർ ആണ്, എന്ന് വെച്ചാൽ ഒരു കസ്റ്റമർ ആവുക. ആ കസ്റ്റമർ ആവുമ്പോൾ കസ്റ്റമർ ആവുമ്പോൾ പോലും നമുക്ക് വരുമാനം കിട്ടുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, വർഷങ്ങളായിട്ട് നമ്മൾ കുറേ പ്രൊഡക്റ്റുകൾ പല ബ്രാൻഡുകളും പല കമ്പനികളുടെ ഒക്കെ വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു കസ്റ്റമറായിട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ഒരു കസ്റ്റമറായി മാറുമ്പോൾ പോലും നമുക്ക് എന്താണ് ഇവിടെ ഇൻകം ക്രിയേറ്റ് ചെയ്യാണ്. എന്താണത്? സേവിംഗ് ആൻഡ് കൺസപ്ഷൻ എന്ന് വെച്ചാൽ MRP ഡിസ്കൗണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. കൂടാതെ നമുക്ക് ലോയൽറ്റി പ്രോഗ്രാം കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ 6 മാസവും 12 മാസവും വാങ്ങിക്കുമ്പോൾ നമുക്ക് ഒരു 30,000 രൂപയുടെ വരെ ഉൽപ്പന്നങ്ങൾ 3 തവണകളായിട്ട് നമുക്ക് ഫ്രീ ലഭിക്കുന്നുണ്ട്. ഇനി അടുത്തത് നെറ്റ്വർക്ക് മീൻസ് സക്സസ്. നോ നെറ്റ്വർക്ക് മീൻസ് നോ സക്സസ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇവിടെ ബിസിനസ് ചെയ്യാൻ, നേരത്തെ നമ്മളൊരു കൺസ്യൂമർ ആകുമ്പോൾ കൺസ്യൂമറിന് കിട്ടുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇനി യഥാർത്ഥ ബിസിനസ്സിലേക്ക് കടക്കുമ്പോൾ നമ്മളൊരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യണം. ഈ കാണുന്ന പിക്ചർ പോലെ നമ്മളിലൂടെ മോദി കെയർ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്ന ഒരുപാട് ഒരുപാട് കൺസ്യൂമർ കമ്മ്യൂണിറ്റിനെയും ഒരുപാട് അഡ്വൈസർ കമ്മ്യൂണിറ്റിനെയും ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മളൊരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് എവിടെ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം, ഇന്ത്യയിൽ എവിടെയും ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ അങ്ങനെ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക, ഈ ബിസിനസിന്റെ അടുത്ത വരുമാനങ്ങളിലേക്ക് കടക്കാൻ കഴിയും. അങ്ങനത്തെ ഒരു വരുമാനമാണ് പ്രോഗ്രഷൻ ബോണസ്. അതൊരു 6% വരെ കിട്ടുന്നതാണ്. അത് എല്ലാ അഡ്വൈസേഴ്സ് ആണ് എബോ ഉള്ള ആളുകൾക്ക് ഒരു 6% വരെ ബോണസ് കിട്ടും, പ്രോഗ്രഷൻ ബോണസ്. ഇനി ഈ പ്രോഗ്രഷൻ ബോണസിന് തന്നെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. അതിൽ അഡ്വൈസർ 2% ഉണ്ട്, അഡ്വൈസർ 3% ഉണ്ട്, അഡ്വൈസർ 4% ഉണ്ട്, അഡ്വൈസർ 5% ഉണ്ട്, അഡ്വൈസർ 6% ഉണ്ട്. ദെൻ ഡയറക്ടർ എന്നുള്ള ഒരു പ്രസ്റ്റീജിയർ റാങ്കിലേക്ക് എത്തുന്നുണ്ട്. 15 നമ്മൾ മോദി കെയർ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നു. അങ്ങനെ കുറച്ച് പുതിയ ആളുകളിലേക്ക് ഈ പ്രൊഡക്റ്റുകൾ അഡ്വൈസ് ചെയ്യുന്നു. അവിടെ ഒരു കൺസ്യൂമർ കമ്മ്യൂണിറ്റിനെ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അഡ്വൈസർ കമ്മ്യൂണിറ്റിയും കൂടി അതിന്റെ കൂടെ വരുന്നു. ഇവരുടെ എല്ലാം ടോട്ടൽ ബിസിനസ് 15 മുതൽ 49 GPV ബിസിനസ് വോളിയം വരുന്ന സമയത്ത്, പോയിന്റ് വാല്യൂ വരുന്ന സമയത്ത് അദ്ദേഹം അഡ്വൈസർ 2 ആയിരിക്കും. അദ്ദേഹത്തിന് 2% ബോണസ് ഉണ്ടാവും. ഇനി അദ്ദേഹം 50 മുതൽ 199 വരെയുള്ള ബിസിനസ് വോളിയം വന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ടീമിലെ PV പോയിന്റ് വാല്യൂ വന്നു കഴിയുമ്പോൾ അദ്ദേഹത്തിന് 3% അദ്ദേഹത്തിന് ബോണസ് പ്രോഗ്രഷൻ ബോണസ് ഉണ്ടാവും. അവിടെ നിന്ന് 200 മുതൽ 399 വരെ 4% ബോണസ്, 400 മുതൽ 699 വരെ 5% പ്രോഗ്രഷൻ ബോണസ്, 700 മുതൽ 1099 വരെ 6% എന്താണ് പ്രോഗ്രഷൻ ബോണസ് കിട്ടുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ലെവല് ആണ് 6% ഡയറക്ടർ എന്നുള്ള ഒരു പൊസിഷനിലേക്ക് വരുന്നത്. 1100 PV അല്ലെങ്കിൽ ഗ്രൂപ്പ് പോയിന്റ് എപ്പോഴാണോ എത്തുന്നത്, ഒരു മാസത്തിൽ എത്തുമ്പോൾ ആ മാസം അദ്ദേഹം ഡയറക്ടർ എന്നുള്ള ഒരു പൊസിഷനിലേക്ക് വരുന്നു. അവിടുന്ന് ഡയറക്ടർ ബോണസ് അദ്ദേഹത്തിന് കിട്ടുന്നു. ഇതാണ് അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ ബേസ് ആയിട്ടുള്ള സ്ട്രക്ചർ. ഇനി ഫസ്റ്റ് സ്റ്റെപ്പിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. സിമ്പിൾ ആയിട്ടൊരു സ്റ്റെപ്പാണ്. നമുക്ക് ഇവിടെ വേണ്ടത് മിനിമം നമുക്ക് ഈ ബിസിനസ് ബിൽഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ബിസിനസിന്റെ എല്ലാ 12 വരുമാനങ്ങളും വാങ്ങിക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ളത് നമുക്ക് ഒരു 4 ടീമിനെ, അല്ലെങ്കിൽ 4 ലെഗ്, അല്ലെങ്കിൽ 4 അഡ്വൈസേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതിൽ നമുക്ക് കൺസ്യൂമേഴ്സ് വേറെ ഉണ്ടാവും, പക്ഷെ ഒരു 4 അഡ്വൈസേഴ്സിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ബിസിനസിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, ഇൻക്ലൂഡിങ് നമ്മളുടെ ഈ ഒരു കൺസ്യൂമർ കമ്മ്യൂണിറ്റി ഉൾപ്പെടെ. ഇനി നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, നമ്മൾ ആ ഒരു പ്രോഗ്രഷൻ ബോണസ് ആണ് ഇവിടെ കാണിക്കുന്നത്. അവിടെ നിന്ന്
അടുത്ത ഇൻകമാണ് മൂന്നാമത്തെ ഇൻകം, പവർ ഓഫ് 4 ബോണസ്. ഇതൊരു 5% കിട്ടുന്നത്. ഈ പവർ ഓഫ് 4 ബോണസ് എന്ന് പറഞ്ഞാൽ മോദി കെയറിൽ ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫസ്റ്റ് ഇൻകമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, അഡ്വൈസേഴ്സിന് മുതൽ ഡയറക്ടർ വരെയുള്ളവർക്ക് ഇത് ലഭിക്കുന്നുണ്ട്. ഇത് എങ്ങനെയാണ് എന്ന് നോക്കാം. നമുക്ക് ആദ്യത്തെ ഇൻകം, ഇതിനെ മൈൽ സ്റ്റോൺ ഫസ്റ്റ് അല്ലെങ്കിൽ പവർ ഓഫ് ബോണസ് ഫസ്റ്റ് മൈൽ സ്റ്റോൺ എന്നൊക്കെ പറയും. ഇത് വളരെ സിമ്പിൾ ആണ്. ഇത് ഇത് 50 മിനിമം ഒരു 80 PVയുടെ പർച്ചേസ് നമ്മൾ ഉണ്ടാവുക. നമ്മളൊരു 4 വ്യക്തികൾ, 4 അഡ്വൈസേഴ്സ് ഒരു 80 PVയുടെ പർച്ചേസ് നമ്മുടെ ഫ്രണ്ട് ലൈനിൽ വന്ന ആളുകളിൽ വന്നു കഴിഞ്ഞാൽ 50 PV എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 3000-3500 രൂപയുടെ ബില്ലിംഗ് വരും. അത്ര ഒരു പർച്ചേസ് വന്നു കഴിഞ്ഞാൽ ആ വ്യക്തി മോദി കെയറിൽ ആ അപ്ലൈ അല്ലെങ്കിൽ ആ സ്പോൺസർ ചെയ്ത വ്യക്തി ആദ്യത്തെ ഇൻകമായ പവർ ഓഫ് 4 ബോണസ് മൈൽ സ്റ്റോൺ ഫസ്റ്റ് അദ്ദേഹത്തിന് ഏകദേശം ഒരു 1000+ വരുമാനം നേടാൻ കഴിയും. ഒരുപാട് വ്യക്തികൾ ഈ ഒരു വരുമാനം നേടിക്കൊണ്ടാണ് അവരുടെ 12 തരം വരുമാനത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് കടക്കുന്നത്. അപ്പൊ ആദ്യത്തെ വരുമാനം കിട്ടാൻ എന്ത് വേണം? നമ്മളൊരു 3000-3500 രൂപ പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിക്കുന്നു. ദെൻ ഒരു 4 അഡ്വൈസേഴ്സിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവർ ഓരോരുത്തരിലൂടെയും 3200 രൂപയുടെ ഏകദേശം 3500 രൂപയുടെ പ്രൊഡക്റ്റ് 50 PVയുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ബില്ല് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഫസ്റ്റ് ഇൻകം നമുക്ക് കിട്ടുന്നു. ഇനി അവിടെ നിന്ന് നമുക്ക് നമ്മളെ സെക്കൻഡ് വരുമാനത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. സെക്കൻഡ് വരുമാനം എന്ന നമ്മളെ മോദി കെയറിലെ ഡയറക്ടർ എന്നുള്ള ഒരു പൊസിഷനാണ്. ഇതൊരു പ്രസ്റ്റീജിയസ് റാങ്ക് ആണ്. അപ്പൊ ഈ ഡയറക്ടർ ബോണസ് നമുക്കൊരു 17% ഡയറക്ടർ ബോണസ് കിട്ടും. ഡയറക്ടർ ബോണസ് കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ്, നമ്മൾ ഡയറക്ടർ എന്നുള്ള ഒരു പൊസിഷനിലേക്ക് കിടക്കുകയാണ്. അപ്പൊ ആദ്യം നമ്മൾ പവർ ഓഫ് 4 ബോണസ് വാങ്ങിച്ചു. ദെൻ അവിടെ നിന്ന് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ബിസിനസ്സിന് ഒന്ന് കൂടുതൽ കസ്റ്റമേഴ്സിലേക്ക് എത്തുന്നു. നമ്മളുടെ കൂടെ വന്നിരിക്കുന്ന ആ 4 അഡ്വൈസേഴ്സ് അല്ലെങ്കിൽ 3 അഡ്വൈസേഴ്സ് 2 അഡ്വൈസേഴ്സ് അവരും പുതിയ വ്യക്തികളെ പുതിയ കസ്റ്റമേഴ്സിന് മോദി കെയർ ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തുന്നു. അതിൽ കൺസ്യൂമേഴ്സ് ഉണ്ടാവും, അവരുടെ കൂടെയും പുതിയ അഡ്വൈസേഴ്സ് കണക്ട് ചെയ്യുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച്, ഒരു ടീം ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ടോട്ടൽ ടീമിൽ വരുന്ന ബിസിനസ് 1100 ഗ്രൂപ്പ് പോയിന്റ് വാല്യൂ വരുന്ന സമയത്ത് അദ്ദേഹം ഡയറക്ടർ ആവുന്നു. അദ്ദേഹത്തിന് ഡയറക്ടർ ബോണസ് ലഭിക്കുന്നു. കൂടാതെ മറ്റൊരു വിധത്തിലാണെങ്കിൽ പോലും നമുക്ക് ഈ ഡയറക്ടർ ബോണസ് നമുക്ക് ഡയറക്ടർ ആവാനായിട്ട് ഈസി ആയിട്ട് പറ്റും. ഈ പറയുന്ന പോലെ നേരത്തെ ഇവിടെ ഈ ഒരു പോസ്റ്റിൽ ഇതിലിപ്പോൾ സംസാരിച്ച പോലെ നമ്മളുടെ ടോട്ടൽ ടീമിൽ നിന്ന് 1100 PV വരുന്ന സമയത്ത് നമ്മൾ ഡയറക്ടർ ആവുകയും ഡയറക്ടർ ബോണസ് നമുക്ക് കിട്ടുകയും ചെയ്യും. അതുമല്ലാതെ മറ്റൊരു രീതിയിലാണെങ്കിൽ പോലും കുറച്ചുകൂടി ഈസി മെത്തേഡാണ്. നമ്മൾ പവർ ഓഫ് 4 ബോണസ് വാങ്ങിച്ച പോലെ തന്നെ നമ്മളുടെ കൂടെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു 4 അഡ്വൈസേഴ്സ് അവർക്ക് കൂടി പവർ ഓഫ് 4 ബോണസ് വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് ഓരോരുത്തർക്കും 1000+ വരുമാനം വാങ്ങിക്കുന്ന രീതിയിലേക്ക് അവര് മാറ്റിക്കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം സംസാരിച്ചില്ലേ നമുക്ക് ഒരുമിച്ച് വരുമാനം ഉണ്ടാക്കാൻ കഴിയുമെന്ന്, അതിലേക്കാണ് നമ്മൾ ക്ഷണിച്ചത്. അപ്പൊ നമ്മൾ വരുമാനം വാങ്ങിച്ച അതേ വരുമാനം തന്നെ നമ്മുടെ കൂടെ വന്നിരിക്കുന്ന ഒരു 4 പേർ കൂടി നമ്മൾ വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് ഇതേ രീതിയിൽ അവരുടെ താഴേക്ക് ഒരു 4 അഡ്വൈസേഴ്സിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവിടെ 4 പേർക്ക് പവർ ഓഫ് 4 ബോണസ് വാങ്ങിച്ചു കൊടുത്താൽ നമ്മുടെ മോദി കെയറിൽ ഡയറക്ടർ എന്നുള്ളൊരു പൊസിഷനിലേക്ക് വരുന്നു. ഒരു 5000-ന് മുകളിലേക്ക് നമുക്ക് വരുമാനം കിട്ടുന്നു. അവിടെ നമുക്ക് നേരത്തെ കാണിച്ച ഡയറക്ടർ ബോണസ് നമുക്ക് ലഭിക്കുന്നു 17%. ദെൻ വെഹിക്കിൾ ബോണസ് ഒരു 3% കിട്ടുന്നു. അതുപോലെ തന്നെ നാഷണൽ ട്രാവൽ ഫണ്ട് 4% കിട്ടുന്നു. അങ്ങനെ ഒരു 3 വരുമാനം കൂടി ഒരുമിച്ച് 3 പൂള് വരുമാനമാണ് ക്വാളിഫൈഡ് ഡയറക്ടേഴ്സിന് കിട്ടുന്നത്. 17% ഡയറക്ടർ ബോണസ് കിട്ടുന്നു, 3% വെഹിക്കിൾ ബോണസ് കിട്ടുന്നു, 4% നാഷണൽ ട്രാവൽ ബോണസ് അടക്കം ഏകദേശം 5000+ വരുമാനം മോദി കെയറിലെ ഫസ്റ്റ് പ്രസ്റ്റീജിയസ് ഇൻകം ആയിട്ട് നമുക്ക് ലഭിക്കുന്നു. ഇനി അവിടെ നിന്ന് അടുത്ത സ്റ്റെപ്പ് നമ്മളിവിടെ പറഞ്ഞല്ലേ, നമുക്ക് ഒരുമിച്ച് വളരാം, ഒരുമിച്ച് ഇൻകം ഉണ്ടാക്കാൻ പറ്റും, മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റും, മറ്റുള്ളവർക്ക് നേടിക്കൊടുത്തുകൊണ്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. നമ്മളിവിടെ സംസാരിച്ചു. ഇനി എന്താണ് അടുത്തത്? നമ്മുടെ ടീമിൽ വന്നിരിക്കുന്ന നമ്മളുടെ കൂടെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തികളെ നമ്മൾ ഡയറക്ടർ ആക്കാൻ തയ്യാറായാൽ, അല്ലെങ്കിൽ അവർക്ക് 5000 രൂപ വരുമാനം കിട്ടുന്ന രീതിയിലേക്ക് നമുക്ക് അവരെ കൂടി ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ, നമ്മൾ ആദ്യത്തെ ഒരു വ്യക്തിയെ നമ്മൾ ഡയറക്ടർ ആക്കിയാൽ നമ്മൾ മോദി കെയറിൽ സീനിയർ ഡയറക്ടർ ആവുകയാണ്. അപ്പൊ ആദ്യം നമ്മൾ ഡയറക്ടറായി,
നമ്മൾ 5000 വരുമാനം വാങ്ങിച്ചു, 5000 പ്ലസ് വരുമാനം വാങ്ങിച്ചു. ദെൻ നമ്മൾ എന്ത് ചെയ്യണം? ഒരു വ്യക്തിയെ നമ്മൾ ഡയറക്ടർ ആക്കി കഴിഞ്ഞാൽ നമ്മൾ മോദിക്കൽ സീനിയർ ഡയറക്ടർ ആവുന്നു. ആ ഡയറക്ടർ അല്ലാത്ത മറ്റു ആളുകളുടെ ബിസിനസ്സും നമ്മളുടെ സെൽഫ് ബിസിനസ്സും കൂടി 900 GPV അല്ലെങ്കിൽ ഗ്രൂപ്പ് പോയിന്റ് വാല്യൂ വന്നു കഴിയുമ്പോൾ നമ്മൾ എന്താവുന്നു? മോദിക്കൽ സീനിയർ ഡയറക്ടർ ആവുന്നു. ഈ സീനിയർ ഡയറക്ടർ ആവുന്ന സമയത്ത് നമുക്ക് ഇൻകം കൂടുതൽ കിട്ടുന്നു. ഓരോ ടൈറ്റിൽ അനുസരിച്ചിട്ടും നമുക്ക് ഇൻകം കൂടുതൽ കിട്ടുന്നു. ഇനി അവിടെ നിന്ന് അടുത്തൊരു സ്റ്റെപ്പാണ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഒരാളെ നമ്മൾ ഡയറക്ടർ ആക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ സീനിയർ ഡയറക്ടറായി. 2 വ്യക്തികൾക്ക് വരുമാനം വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് അവർക്ക് വരുമാനം 5000 പ്ലസ് വരുമാനം വാങ്ങിച്ചു കൊടുത്താൽ നമ്മൾ മോദിക്കലിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആവുന്നു. ആ 2 പേരല്ലാത്ത മറ്റു ലെഗുകളിൽ നിന്നും മറ്റു ടീമുകളിൽ നിന്നും സെൽഫായിട്ടുള്ള ബിസിനസ്സിൽ നിന്നും കൂടി നമുക്ക് ഏകദേശം 600 PV നമുക്ക് ബിസിനസ് വരികയും വേണം. ഇനി അവിടെ നിന്നാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ടുള്ള സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആവുന്നത്. അതിന് വേണ്ടത് ഇതുപോലെ തന്നെയാണ്. വളരെ സിമ്പിളാണ്. നമ്മളൊരു 3 പേർക്ക് ഡയറക്ടർ ആവാനുള്ള, ഡയറക്ടർ അല്ലെങ്കിൽ ഡയറക്ടർ ആവാനുള്ള നമ്മൾ ചാൻസ് ഉണ്ടാക്കി കൊടുത്ത് അവരുടെ കൂടെ നിന്ന് അവർക്ക് വരുമാനം വാങ്ങിച്ച് അവരതിലേക്ക് കടത്തി കഴിഞ്ഞാൽ നമ്മൾ മോദിക്കൽ സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആവുന്നു. ആ സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആവുന്ന സമയത്ത് നമ്മളുടെ ബിസിനസ്സും മറ്റു ലെഗുകളിലെ ബിസിനസ് കൂട്ടിയിട്ട് ഏകദേശം ഒരു 300 GP കൂടി വന്നാൽ മതി. ദെൻ നെക്സ്റ്റ് ഒരു പൊസിഷനാണ് 4 ലെഗ്, 4 ടീം. നമ്മൾ നേരത്തെ സംസാരിച്ചു. 4 ടീമിനെ നമ്മൾ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ 4 പേരെ നമ്മൾ 4 ടീമിൽ നിന്ന് ഓരോ വ്യക്തികളെ ഡയറക്ടർ ആൻഡ് എബോയിലേക്ക് നമ്മൾ ക്വാളിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യിപ്പിച്ചാൽ അവരുടെ കൂടെ നിന്നുകൊണ്ട് അവർക്ക് വരുമാനം വാങ്ങിച്ചു കൊടുത്താൽ മോദിക്കൽ നമ്മൾ പ്ലാറ്റിനം ഡയറക്ടർ ആവുന്നു. ആ സമയത്ത് നമ്മുടെ സെൽഫായിട്ടുള്ള PV 100 PV പർച്ചേസ് നമ്മളുടെ ഉണ്ടായിരിക്കുകയും വേണം. അത് ഒന്നുകൂടി നോക്കുകയാണെങ്കിൽ ഇവിടെ കാണാം. ഡയറക്ടർക്ക് 1100 GPV ഉണ്ടായിരിക്കണം. സെൽഫ് 50 PV നിർബന്ധമായിട്ട് അവർ പർച്ചേസ് ചെയ്യണം. സീനിയർ ഡയറക്ടർക്ക് ഇവിടെ കാണിക്കുന്നുണ്ട് ഒരു ഡയറക്ടർ ലെഗ് ഉണ്ടാവണം, 50 PV പർച്ചേസ് ഉണ്ടാവണം. എക്സിക്യൂട്ടീവ് ഡയറക്ടർക്ക് 2 ഡയറക്ടർ ലെഗ് ഉണ്ടാവണം, 600 PGPV അദ്ദേഹത്തിന്റെ സെപ്പറേറ്റ് ഉണ്ടാവണം, സെൽഫ് 50 ഉണ്ടാവണം PV. ദെൻ സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ 3 ലെഗ് ഡയറക്ടർ ഉണ്ടാവണം. ഡയറക്ടർ ആൻഡ് എബോ ആണ്. ഡയറക്ടർ എബോ 300 PGPV അദ്ദേഹത്തിന് ഉണ്ടാവണം, 50 PV അദ്ദേഹത്തിന്റെ പർച്ചേസ് ഉണ്ടാവണം. പ്ലാറ്റിനം ഡയറക്ടർക്ക് 4 ലെഗ് ഡയറക്ടർ ഉണ്ടാവും, അദ്ദേഹത്തിന്റെ സെൽഫായിട്ടുള്ള 100 PV പർച്ചേസ് ഉണ്ടാവണം. ഇനി 7ാമത്തെ വരുമാനമാണ് മെന്റർഷിപ്പ് ബോണസ്. ഇതൊരു 15% ഉള്ള ബോണസാണ്. ഇത് എല്ലാ സീനിയർ ഡയറക്ടർ ആൻഡ് എബോ ഉള്ള ആളുകൾക്ക് ലഭിക്കുന്ന ഒരു വരുമാനമാണ്. അപ്പൊ നമ്മൾ ആദ്യം സംസാരിച്ചു പവർ ഓഫ് 4 ബോണസ് സംസാരിച്ചു, ദെൻ ഡയറക്ടർ ബോണസ് സംസാരിച്ചു, പിന്നെ നാഷണൽ ട്രിപ്പ് ഫണ്ട് സംസാരിച്ചു, അതുപോലെ തന്നെ വെഹിക്കിൾ ബോണസ് സംസാരിച്ചു. ദെൻ അടുത്ത ഒരു വരുമാനമാണ് മെന്റർഷിപ്പ് ബോണസ്. ഇത് 15% സീനിയർ ഡയറക്ടർ ആൻഡ് എബോ ഉള്ള ആളുകൾക്ക് ലഭിക്കുന്ന വരുമാനമാണ്. ഈ ഒരു വരുമാനത്തിന് ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു ടീമിൽ നിന്ന്, ഒരു ലെഗിൽ നിന്ന് 3600 GPV ഗ്രൂപ്പ് പോയിന്റ് വാല്യൂ വരുന്ന സമയത്താണ് ആ മുകളിലുള്ള വ്യക്തിക്ക് മെന്റർഷിപ്പ് ബോണസ് ലഭിക്കുന്നത്. ഇനി 2 ലെഗിൽ നിന്നായി കഴിഞ്ഞാൽ 2 മെന്റർഷിപ്പ് ബോണസായി, 3ൽ നിന്ന് 4ൽ നിന്ന് 5ൽ നിന്നോ 6ൽ നിന്നോ എത്ര ലെഗുകളിൽ നിന്ന് പോലും മെന്റർഷിപ്പ് ബോണസ് നമുക്ക് ലഭിക്കും. 8ാമത്തെ വരുമാനത്തിലേക്ക് കിടക്കുകയാണ് നമുക്ക് വേൾഡ് ടൂർ ഫണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടു ഡയറക്ടർക്കും സീനിയർ ഡയറക്ടർക്കും കിട്ടുന്നത് നാഷണൽ ട്രിപ്പ് ഫണ്ടാണ്. പക്ഷേ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആൻഡ് എബോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് നാഷണൽ ട്രിപ്പ് ഫണ്ട് അത് വേൾഡ് ടൂർ ഫണ്ടിലേക്ക് വരും. നമ്മളിവിടെ സ്വപ്നങ്ങളെ കുറിച്ച് സംസാരിച്ചില്ലേ? ഇതൊക്കെ തന്നെയാണ് സ്വപ്നങ്ങൾ നേടുന്നത്. വേൾഡ് ടൂർ ഫണ്ട് അത് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആൻഡ് എബോ ഉള്ള ആളുകൾക്കാണ്. അത് മാക്സിമം പെർ മന്ത് 30,000 രൂപ വരെ നമുക്ക് ലഭിക്കും. ദെൻ അടുത്തൊരു വരുമാനമാണ് ഒരുപാട് ആളുകളുടെ സ്വപ്നമായ വരുമാനം. അത് സ്വപ്ന വരുമാനം എന്ന് വേണമെങ്കിൽ പറയാം. ലക്ഷറി കാർ ഫണ്ട് 5% ലഭിക്കുന്നത്. അത് എല്ലാ SCD ആൻഡ് എബോ. SCD എന്ന് പറയുന്നത് സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ. അപ്പൊ സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആവാൻ എന്ത് വേണം? 3 ഡയറക്ടേഴ്സിന് 3 ടീമിൽ നിന്ന് ഓരോ ഡയറക്ടേഴ്സ് ആൻഡ് എബോ ഉള്ള ആളുകളെ ക്വാളിഫിക്കേഷൻ ആക്കുമ്പോൾ ആ വ്യക്തിക്ക് കിട്ടുന്നതാണ് മോദി കേരള സീനിയർ എക്സിക്യൂട്ടീവ് എന്ന റാങ്ക്. ആ റാങ്കിൽ കിട്ടുന്നതാണ് കാർ ഫണ്ട്. 40,000 രൂപ വരെ മാസം നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ള വാങ്ങിക്കുന്ന ഒരു ഫണ്ടാണ്. ദെൻ അടുത്തൊരു വരുമാനം, ഇതെല്ലാം സ്വപ്നങ്ങൾ മാത്രമേ ഉള്ളൂ പല ആളുകൾക്കും. അടുത്തൊരു വരുമാനമാണ് ഡ്രീം ഹൗസ് ബോണസ്. 4%. അത് നമ്മൾ പ്ലാറ്റിനം ഡയറക്ടർ, പ്ലാറ്റിനം ആവാൻ എന്ത് വേണം? ഒരു 4 കുടുംബങ്ങളിലേക്ക് വരുമാനം മേടിച്ചു കൊടുക്കാനുള്ള ഒരു അവസരം ക്രിയേറ്റ് ചെയ്താൽ മോദിക്കൽ നമ്മൾ പ്ലാറ്റിനം ഡയറക്ടർ ആവുന്നു. ആ സമയത്ത് നമുക്ക് വരുമാനം കിട്ടുന്ന ഹൗസ് ഫണ്ട്
ഒരുപാട് ആളുകളുടെ സ്വപ്നമാണ് ഒരു വീട് എന്നുള്ളത്, അല്ലെങ്കിൽ വീടിൻ്റെ ഒരു റെന്റ് കൊടുക്കുക, അല്ലെങ്കിൽ വീട് വെക്കാനുള്ള ഒരു വരുമാനം നേടുക. ഇന്ന് നമുക്കറിയാം ഒരുപാട് ജോലി ഗവൺമെന്റ് സർവീസിലായാലും നോൺ ഗവൺമെന്റ് സർവീസിലായാലും ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. ഇവിടെ അവർക്ക് ആ വരുമാന ശമ്പളം മാത്രമേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ടി എ അങ്ങനെ എന്തെങ്കിലും കിട്ടുള്ളൂ. പക്ഷെ അവിടെ ഒരു കാർ ഫണ്ട് കിട്ടില്ല, ഒരു ഹൗസ് ഫണ്ട് കിട്ടില്ല, ഒരു നാഷണൽ ട്രാവൽ ഫണ്ട് ഒരു ഇന്റർനാഷണൽ ട്രാവൽ ഫണ്ട് കിട്ടില്ല. പക്ഷെ മോദി കേരള നമുക്കൊരു 4 അംഗ ഇന്ന് നമുക്കറിയാം, ഇന്ന് ഇന്ത്യയിലും കേരളത്തിലൊക്കെ ആയിട്ട് ഒരുപാട് പ്ലാറ്റിനം ഡയറക്ടേഴ്സ് ഉണ്ട്. ഒരു വലിയൊരു ഹരമായിരിക്കുകയാണ് പ്ലാറ്റിനം ഡയറക്ടർ എന്നുള്ളൊരു പൊസിഷൻ. കാരണം എന്താ വെച്ചാൽ മോദി കേരള 10 ഇൻകമാണ് കിട്ടുന്നത്, ഇൻക്ലൂഡിങ് കാർ ഫണ്ട്, ഇൻക്ലൂഡിങ് വേൾഡ് ടൂർ ഫണ്ട്, ഇൻക്ലൂഡിങ് ഹൗസ് ഫണ്ട്. അപ്പൊ നമ്മൾ ഡയറക്ടർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ സീനിയർ ഡയറക്ടറോ എക്സിക്യൂട്ടീവ് ഡയറക്ടറോ സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടറോ അല്ല ഫോക്കസ് ചെയ്യേണ്ടത്. അതൊക്കെ അതിന്റെ ഉള്ളിലുള്ള സംഭവമാണ്, ഇടയിലുള്ള കാര്യമാണ്. ഡയറക്ടർ ടു പ്ലാറ്റിനം ഡയറക്ടറിലേക്ക് വരുമ്പോൾ ഏകദേശം 10ഓളം ഇൻകമാണ് നമുക്ക് കിട്ടുന്നത്. സോ ഇതാണ് നമ്മുടെ ടൈറ്റിൽ ഫൈനാൻഷ്യൽ ഫ്രീഡം ഇവിടെ പറയുന്നത്. ഇത് നമ്മുടെ ഡയറക്ടർ, സീനിയർ ഡയറക്ടർ, അതുപോലെ സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ, പ്ലാറ്റിനം ഡയറക്ടർ, റെഡ് ഡയമണ്ട് ഡയറക്ടർ, ഡബിൾ റെഡ് ഡയമണ്ട് ഡയറക്ടർ, ട്രിപ്പിൾ റെഡ് ഡയമണ്ട് ഡയറക്ടർ, ബ്ലൂ ഡയമണ്ട് ഡയറക്ടർ, ഡബിൾ ബ്ലൂ ഡയമണ്ട് ആൻഡ് ഗ്ലോബൽ ബ്ലൂ ഡയമണ്ട് ഡയറക്ടർ. 11ഓളം സ്റ്റേജുകൾ, 11ഓളം റാങ്കുകളാണ് നമുക്കിവിടെ കാത്തിരിക്കുന്നത്. ഈ 11ഓളം റാങ്കുകളിലുമാണ് നമ്മൾക്ക് ഇൻകം നമുക്ക് കിട്ടുന്നത്. ഈ ഇൻകമാണ് നമ്മളുടെ സ്വപ്നങ്ങൾ, നേരത്തെ പറഞ്ഞ നമ്മളെ സ്വപ്നങ്ങൾ നേടാനായിട്ട് നമുക്ക് വേണ്ടി അൺലിമിറ്റഡ് സക്സസ് നേടാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കുന്നത്. ഇനി അടുത്ത 11ാമത്തെ വരുമാനം റെഡ് ഡയമണ്ട് ബോണസ്. ഈ ബോണസ് റെഡ് ഡയമണ്ട് ആൻഡ് എബോ ഉള്ള വ്യക്തികൾക്ക് കിട്ടുന്ന ബോണസാണ്. ഞാൻ ഈ ഒരു ബോണസ് മേടിക്കുന്നതാണ്, അഭിമാനത്തോട് കൂടെ പറയാം. കഴിഞ്ഞ മാസങ്ങളായിട്ട്, കുറേ മാസങ്ങളായിട്ട്, ഏകദേശം 4-5 മാസമായിട്ട് ഞാൻ ഈ ഒരു ബോണസ് മേടിക്കുന്നതാണ്. റെഡ് ഡയമണ്ട് ബോണസ് മാക്സിമം ഇത് 3 ലക്ഷം രൂപ വരെ പെർ മന്ത് കിട്ടുന്ന മാക്സിമം കിട്ടുന്ന ഒരു ബോണസാണ് റെഡ് ഡയമണ്ട് ബോണസ്. ഈ റെഡ് ഡയമണ്ട് ആവാൻ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ക്രൈറ്റീരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 സീനിയർ ഡയറക്ടർ നമ്മുടെ ടീമിൽ ഉണ്ടാവണം, 2 എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് ഇപ്പോൾ ഉള്ളവരുണ്ടാവുന്നത്. എന്നാൽ നമ്മൾ റെഡ് ഡയമണ്ട് ഡയറക്ടറായി നമുക്ക് 11ഓളം വരുമാനമാണ് നമുക്ക് ലഭിക്കുന്നത്. അടുത്ത് നമുക്ക് ഡബിൾ റെഡ് ഡയമണ്ട് ഡയറക്ടർ. നമ്മളെ സെൽഫായിട്ട് 200 PV, 2 സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ടീമിൽ ഉണ്ടാവണം, 2 പ്ലാറ്റിനം ഡയറക്ടേഴ്സ് ആണ് ഇപ്പോൾ ഉള്ളവർ. ഡബിൾ റെഡ് ഡയമണ്ട് ഡയറക്ടർ ആവുന്നു. ദെൻ അവിടെ നിന്ന് ട്രിപ്പിൾ റെഡ് ഡയമണ്ട് ഡയറക്ടറിലേക്ക് വരുന്നു. 2 പ്ലാറ്റിനം ഡയറക്ടർ, ദെൻ 2 റെഡ് ഡയമണ്ട് ഡയറക്ടർ. നമുക്ക് നേരത്തെ പറഞ്ഞു 4 ലെഗിൽ അല്ലെങ്കിൽ 4 ടീമിൽ ഇത് മൊത്തം ആവുകയാണ്. 10 ലെഗിലോ 12 ലെഗിലോ ഒന്നും നമ്മൾ ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. പെർഫെക്റ്റ് ആയിട്ട് ബിസിനസ് ചെയ്യുന്ന, അതായത് ഇൻഫിനിറ്റി ഡെപ്തിലേക്ക് 4 ലെഗിനെ നമ്മളൊന്ന് വളർത്താൻ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ വരുമാനങ്ങളും കിട്ടും. ഇനി അടുത്തൊരിതാണ് ബ്ലൂ ഡയമണ്ട് ഡയറക്ടർ. 12ാമത്തെ വരുമാനം 3% ഉണ്ട്. ശതമാനം നോക്കുമ്പോൾ വളരെ കുറവാണ് അല്ലെ, 3%. പക്ഷേ ആ 0 നമ്മളൊന്ന് എണ്ണി നോക്കിയാൽ അറിയാൻ പറ്റും. 10 ലക്ഷം രൂപ വരെ മാക്സിമം കിട്ടാൻ പറ്റുന്ന ഒറ്റ ബോണസാണ് ബ്ലൂ ഡയമണ്ട് ബോണസ്. 12ാമത്തെ വരുമാനം. ബ്ലൂ ഡയമണ്ട് ഡയറക്ടർ ആവാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ മിനിമം പർച്ചേസ് 300 PV ഉണ്ടായിരിക്കണം, 2 റെഡ് ഡയമണ്ട് ഡയറക്ടർ ഉണ്ടാവണം, 2 ഡബിൾ റെഡ് ഡയമണ്ട് ഡയറക്ടർ ഉണ്ടാവണം. ഇനി അടുത്താണ് ഡബിൾ ബ്ലൂ ഡയമണ്ട് ഡയറക്ടർ. അവിടെ ട്രിപ്പിൾ റെഡ് ഡയമണ്ട് ഡയറക്ടർ 2 പേര്, ദെൻ ബ്ലൂ ഡയമണ്ട് ഡയറക്ടേഴ്സ് 2 പേര്. ദെൻ അടുത്ത ലാസ്റ്റ് ആൻഡ് ഫൈനൽ 11ാമത്തത് ഗ്ലോബൽ ബ്ലൂ ഡയമണ്ട് ഡയറക്ടർ. അവിടെയും ബ്ലൂ ഡയമണ്ട് ഡയറക്ടേഴ്സ് 2 പേരും, ഡബിൾ ബ്ലൂ ഡയമണ്ട് ഡയറക്ടേഴ്സ് 2 പേരും. മോദി കേരള ഫൈനൽ ആൻഡ് ലാസ്റ്റ് റാങ്ക് ആണത്. അൺലിമിറ്റഡ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ആസ്വദിക്കാൻ പറ്റുന്ന ഏറ്റവും ടോപ്പ് റാങ്ക്. ഈ റാങ്കിലെ വരുമാനം നമുക്ക് അൺലിമിറ്റഡ് ആണ്. സോ ഇത്രയും റാങ്കുകളാണ് നമുക്കുള്ളത്. ജസ്റ്റ് 4 ലെഗ് ഫോക്കസ് ചെയ്യുക, 4 ടീമിനെ ഫോക്കസ് ചെയ്യുക, അതിനൊന്ന് ഡെവലപ്പ് ചെയ്യുക. നമുക്ക് 10 ലെഗുകളോ 10 ടീമോ ഒന്നും വേണ്ട ആവശ്യമില്ല. 4 ടീമിനെ ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ നോക്കിക്കൊണ്ട് 4 ടീമിനെ ഒന്ന് കറക്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ ഈ 4 ലെഗിലാണ് മുഴുവൻ ബിസിനസ് ഇരിക്കുന്നത്. 4 ലെഗിൽ നമുക്ക് എന്ത് ചെയ്യാം? പവർ ഓഫ് 4 ബോണസ് വാങ്ങിക്കാൻ പറ്റും. 4 ലെഗിൽ നമുക്ക് ഡയറക്ടർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. 4 ലെഗിൽ നമുക്ക് പ്ലാറ്റിനം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. 4 ലെഗിൽ
ഗ്ലോബൽ ബ്ലൂ ഡയമണ്ട് ഡയറക്ടർ ആകാൻ പറ്റും. എന്ന് വെച്ചാൽ 1ാമത്തെ വരുമാനം മുതൽ 12ാമത്തെ വരുമാനം വരെ കിട്ടാൻ വെറും 4 ടീം മാത്രം മതി. കട്ടയ്ക്ക് നിൽക്കുന്ന 4 പേര് കൂടെ മതി. സോ ഇതാണ് നമ്മുടെ 12 തരം വരുമാനം. 72% വരെ ഇന്ന് പേ ഔട്ട് കൊടുക്കുന്ന ഇൻഡസ്ട്രിയിലെ ബെസ്റ്റ് പ്ലാനാണ് ഇത്. അതിന്റെ ടൈറ്റിൽ പ്രോഗ്രഷൻ ആണ്. ഇത് നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. ഇത് നിങ്ങൾ ലീഡേഴ്സിനോട് ചോദിച്ചാൽ മനസ്സിലാവും എങ്ങനെയാണ് ഓരോ ടൈറ്റിൽ അനുസരിച്ചിട്ട് നമ്മുടെ ബോണസിനെ ക്രമീകരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു ഒരു 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 ചാർട്ടാണ്. സോ നമുക്ക് മനസ്സിലായിട്ട് നമ്മൾ ഇനി എന്ത് ചെയ്യുക? കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക, ആളുകളെ സ്പോൺസർ ചെയ്യുക. ആ സ്പോൺസർ ചെയ്യുന്നതിൽ നമുക്ക് അഡ്വൈസേഴ്സ് ഉണ്ടാവും, പ്രിഫേർഡ് കസ്റ്റമേഴ്സ് ഉണ്ടാവും, അതേപോലെ തന്നെ നമ്മളുടെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന കൺസ്യൂമേഴ്സും അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ഉണ്ടാവും. ഈ ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് മോദി കെയറിൽ നിന്നുള്ള എല്ലാ ഇൻകവും നമുക്ക് വാങ്ങിക്കാൻ കഴിയുന്ന ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് മോദി കെയർ ബിസിനസ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ മോദി കെയറിന്റെ പ്ലാൻ. ഇന്ന് ഇൻഡസ്ട്രിയിൽ ലഭിക്കുന്ന ഏറ്റവും നല്ലൊരു ബെസ്റ്റ് പ്ലാനാണ്. അപ്പൊ ഇത് നിരന്തരമായിട്ട് നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള ഗുണമെന്ന് വെച്ചാൽ ഡയറക്ടർ നമ്മളാവാൻ റെഡിയാവും. ഡയറക്ടർ ആയി കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഇരിക്കില്ല. എന്താവും? അടുത്ത സ്റ്റെപ്പായ പ്ലാറ്റിനം ഡയറക്ടർ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കും. ഇനി പ്ലാറ്റിനം ഡയറക്ടർ ആയി കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് റെഡ് ഡയമണ്ട് ഡയറക്ടറും ഡബിൾ റെഡ് ഡയമണ്ട് ഡയറക്ടറും ആവാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ ശ്രമിക്കും. കാരണം അങ്ങനെ ശ്രമിക്കണമെങ്കിൽ, അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ പ്ലാൻ കൃത്യമായിട്ട് പഠിച്ചേ പറ്റൂ. നമ്മളിന്നിപ്പോ അല്ലെങ്കിൽ നാളെ രാവിലെ നമ്മൾ ബസ് സ്റ്റാൻഡിൽ പോയി. ബസ് സ്റ്റാൻഡിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ബസ് ഒരുപാട് കിടപ്പുണ്ട്, പക്ഷെ ഒരു ബസ്സിനും ബോർഡില്ല. എന്ത് ചെയ്യും? ഒരു ബസ്സിനും ബോർഡില്ല. നമുക്ക് പോകേണ്ട കൊല്ലത്തേക്കാണ് അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്കാണ്, പക്ഷെ ബസ്സുകൾക്കൊന്നും ബോർഡില്ല. എന്ത് ചെയ്യും? ഏതെങ്കിലും ബസ്സിൽ നമ്മൾ കയറില്ല. ഒന്നുകിൽ ബസ് സ്റ്റാൻഡിൽ വെക്കും, അല്ലെങ്കിൽ തിരിച്ചു പോരും, അല്ലെങ്കിൽ ബസ്സിന് ബോർഡ് വെക്കുന്നത് വരെ കാത്തിരിക്കും, അല്ലെങ്കിൽ ബസ്സുകാരോട് ബോർഡ് വെക്കാൻ പറയും. ഇതെല്ലാം ഇവിടെ ഉണ്ടാവുന്നത് എന്ന് വെച്ചാൽ ആ ബസ് ലക്ഷ്യമുള്ള ബസ്സിൽ മാത്രമാണ് നമ്മൾ യാത്ര ചെയ്യുള്ളൂ. ലക്ഷ്യമില്ലാത്ത ബോർഡില്ലാത്ത ബസ്സിൽ നമ്മൾ യാത്ര ചെയ്യില്ല. എങ്ങോട്ടേക്കാണ് പോകണമെന്ന് നമുക്കറിയാൻ പറ്റില്ല. എന്നതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് മോദി കെയറിൽ. നിങ്ങൾക്കൊരു ഡയറക്ടർ ആണോ? ആ വഴി നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങൾക്കൊരു ഒരു പ്ലാറ്റിനം ആണോ? ആ വഴി നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങൾക്കൊരു റെഡ് ഡയമണ്ട് ആണോ? ആ വഴി തിരഞ്ഞെടുക്കുക. നിങ്ങൾക്കൊരു മില്യനർ ആണോ? തിരഞ്ഞെടുക്കുക. ഒരുപക്ഷെ നമ്മളെല്ലാവരും മോദി കെയർ ബിസിനസ് ആദ്യമായിട്ട് ചെയ്യുന്നവരാണ്. ഞാനും ആദ്യമായിട്ട് ചെയ്താണ്. ഞാൻ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഒന്നും പാസ്സായിട്ട് മോദി കെയർ വന്ന വ്യക്തിയല്ല, ആദ്യമായിട്ട് കേട്ടിട്ട് വന്നതാണ്. പക്ഷേ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ, നമ്മൾ അറിയാൻ പാടില്ലാത്തൊരു യാത്ര, ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ എന്താ നമ്മൾ ചെയ്യാറ്? ഗൂഗിൾ മാപ്പ് എടുക്കും അല്ലേ? അവിടെ എന്നിട്ട് മദാമ പറയും ലെഫ്റ്റ് പോട്ടെ, റൈറ്റ് പോട്ടെ, അങ്ങോട്ട് പോട്ടെ, ഇങ്ങോട്ട് പോട്ടെ എന്നൊക്കെ പറയും അല്ലേ? പറയും. അതനുസരിച്ച് ലെഫ്റ്റ് റൈറ്റ് നമ്മൾ പോകും. എന്തിനാണ് നമുക്കൊരു ഗൂഗിൾ മാപ്പ്? നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരു പൊസിഷൻ. എന്നതുപോലെ തന്നെ നമ്മളുടെ ഗൂഗിൾ മാപ്പാണ് നമ്മുടെ പ്ലാൻ. നമ്മുടെ ഗൂഗിൾ മാപ്പിലെ ഓരോ പോയിന്റാണ് ഡയറക്ടർ, സീനിയർ ഡയറക്ടർ, അല്ലെങ്കിൽ പ്ലാറ്റിനം ഡയറക്ടർ, റെഡ് ഡയമണ്ട് ഡയറക്ടർ, അതിലെ ഇൻകം 5000, 15000, 25000, 50000, 1 ലക്ഷം, കാർ ഫണ്ട്, ടൂർ ഫണ്ട്, ഹൗസ് ഫണ്ട്, ഇതെല്ലാം നമ്മളുടെ ഓരോ പോയിന്റുകളാണ്. നമ്മുടെ ഗൂഗിൾ മാപ്പിലെ ഓരോ പോയിന്റുകളാണ്. ആ പോയിന്റുകൾ ഓരോന്നോരോന്നും നമ്മൾ കവർ ചെയ്യാം. അങ്ങനെ യാത്ര ചെയ്യണമെങ്കിൽ നമ്മൾ പ്ലാൻ കൃത്യമായിട്ടൊന്ന് പഠിച്ചിരിക്കണം. നമുക്ക് എങ്ങോട്ടേക്കാണ് പോകേണ്ടത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടൊരു അറിവുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ആദ്യം യാത്ര ചെയ്യാൻ പറ്റൂ. രണ്ടാമത് നമുക്ക് നമ്മുടെ കൂടെ വരുന്ന ആളുകളെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. നമുക്ക് വഴി അറിയില്ല, നമ്മുടെ കൂടെ ആരെങ്കിലും വരുമോ? ആരും വരില്ല. അപ്പം നമ്മൾ ആദ്യം പഠിക്കുക. നമ്മൾ കൂടെ വരുന്ന ആളുകൾക്ക് ഒരു മെന്റർ ആവുക. നമ്മൾ ലാസ്റ്റ് പറഞ്ഞു, 4ാമത്തെ ഒരു ഗ്രോത്തിനെ കുറിച്ചിട്ട് പറഞ്ഞു അല്ലേ? ലാസ്റ്റിലത്തെ മെന്റർ ആവുക, ഒരു വഴികാട്ടിയായി മാറുക. സോ എല്ലാവർക്കും വലിയൊരു വിജയം ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നത്തെ പ്രസന്റേഷൻ ചിലപ്പോൾ ഒരുപക്ഷെ പുതുതായിട്ട് വന്ന ആളുകൾക്ക് പെട്ടെന്നൊന്ന് പിടിയിട്ടി കാണൂല പക്ഷെ നിരന്തരമായിട്ട് നമ്മൾ പഠിക്കാൻ തയ്യാറാകും. ഞാൻ നേരത്തെ പറഞ്ഞു, എന്തുകൊണ്ട് ഞാൻ മോദി കെയറിൽ ഈ ബിസിനസ്സിൽ സക്സസ് ആയി, എന്തുകൊണ്ട് മാസം 1 ലക്ഷം രൂപയുടെ മുകളിലേക്ക് വരുമാനം എത്തി? ഒറ്റ കാര്യമുള്ളൂ, പഠിക്കാൻ തയ്യാറായി. മോർ ലേണിംഗ് ഈസ് ഈക്വൽ ടു മോർ ഏണിംഗ്. എത്രത്തോളം നമ്മൾ പഠിക്കാൻ തയ്യാറാ അത്രത്തോളം ഏൺ ചെയ്യാൻ കഴിയും. അത് മോദി കെയർ എന്നല്ല, നമ്മുടെ ഏതൊരു മേഖലയിലും നമ്മൾ
വിദ്യാഭ്യാസി ആനേനെ എടുക്കും എന്ന് പറഞ്ഞതുപോലെ നമ്മൾ സ്ഥിരമായിട്ട് പഠിക്കാൻ തയ്യാറാണ്. പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിക്കുക, ബിസിനസ് പ്ലാനിനെ കുറിച്ച് പഠിക്കുക, ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം പഠിക്കുക, നമ്മുടെ പ്രൊഡക്റ്റും മറ്റ് അതർ പ്രൊഡക്റ്റും തമ്മിലുള്ള കമ്പാരിസൺ പഠിക്കുക, നമ്മുടെ പ്രൊഡക്റ്റുകൾക്ക് ഉപയോഗിക്കുമ്പോൾ എന്താണ് റിസൾട്ട് കിട്ടുന്നത് നമ്മൾ പഠിക്കുക. കാരണം നമ്മൾ ഒരു സെയിൽസ്മാൻ അല്ല, നമ്മളൊരു ഓപ്പർച്യൂണിറ്റി സെല്ലറാണ്, ഒരു സൊല്യൂഷൻ പ്രൊവൈഡറാണ്. നമ്മൾ സംസാരിക്കുന്ന, നമ്മൾ പരിചയപ്പെടുത്തുന്ന പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്തുന്ന ആളുകൾക്ക് നമ്മളൊരു സൊല്യൂഷൻ പ്രൊവൈഡറായിട്ട് മാറുക. ഒരു സെല്ലർ ആവരുത്. നമ്മുടെ പേര് അഡ്വൈസർ എന്നാണ്. എൻ്റെ മലയാള വാക്ക് എന്ന് പറയുന്നത് എന്താണ്? ഉപദേശം കൊടുക്കുക അല്ലെങ്കിൽ അഡ്വൈസ് ചെയ്യുക. അതിന് കറക്റ്റായിട്ട് മലയാളം എനിക്കറിയില്ല, എങ്കിലും അഡ്വൈസർ ആണ്, അല്ലെങ്കിൽ നമ്മളൊരു കൺസൾട്ടൻ്റ് ആണ്, നോട്ട് എ സെയിൽസ്മാൻ. എന്ന് വെച്ചാൽ ഇതുവരെ ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റാത്ത ആളുകൾക്ക് ആരോഗ്യം സംരക്ഷിക്കുന്ന അഡ്വൈസ് കൊടുക്കുന്നു. ഇതുവരെ നല്ല ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ കഴിയാത്ത ആളുകൾക്ക് നല്ല ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്നു. ഒരുപാട് പണം ഇടനിലക്കാർക്കും പരസ്യത്തിനും പോകുന്ന പണം സേവ് ചെയ്യാൻ അറിയാൻ പാടില്ലാതെ അത് മനസ്സിലാക്കാത്ത ആളുകളെ അത് സേവ് ചെയ്യാനായിട്ട് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നു. കൂടാതെ സാമ്പത്തിക പ്രതിസന്ധി ഉള്ള ആളുകളോട് മോദി കെയറിന്റെ പ്ലാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് അവരെ മോദി കെയറിലേക്ക്, അവരെ ബിസിനസ്സിലേക്ക് അവരെ അഡ്വൈസ് ചെയ്യുന്നു. ബിസിനസ്സിലേക്ക് നമ്മൾ അവരെ കൺസൾട്ട് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ഡ്യൂട്ടി. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വളരാനും കൂടെ വന്നിരിക്കുന്നവരെ വളർത്തിക്കൊണ്ട് അവരെ വിജയിപ്പിച്ചുകൊണ്ട് സ്വയം വിജയിക്കാൻ പറ്റുന്ന, ഒരുമിച്ച് ഗ്രോത്ത് ആവാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് ഡയറക്ട് സെല്ലിംഗ്. അത് ഇന്ത്യയിലെ ഏറ്റവും നല്ല ബെസ്റ്റ് കമ്പനിയാണ് മോദി കെയർ കമ്പനി. കഴിഞ്ഞ 29 വർഷത്തെ പാരമ്പര്യമുണ്ട്. 800 പരം ഉൽപ്പന്നങ്ങളുണ്ട്. ഇനിയും ഉൽപ്പന്നങ്ങൾ വരാൻ കിടക്കുകയാണ്. അപ്പൊ സാമ്പത്തിക പ്രതിസന്ധികളുള്ള വലിയ സ്വപ്നങ്ങളുള്ള ആളുകൾക്ക്, അതും വലിയ വലിയ സ്വപ്നങ്ങളുള്ള ആളുകൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് മോദി കെയർ. അതിൽ ബെസ്റ്റ് പ്ലാനാണ് മോദി കെയറിന്റെ ഇൻഫിനിറ്റി പ്ലാൻ, അൺലിമിറ്റഡ് സക്സസ്. സമീർ മോദി സാർ നമുക്ക് സൈൻ ചെയ്തിരിക്കുന്ന തുക എഴുതാത്തൊരു ബ്ലാങ്ക് ചെക്കാണ് നമുക്ക് തന്നിരിക്കുന്നത്. എത്ര വേണം എന്നുള്ളത് നമ്മൾ എഴുതിയെടുക്കുക. നമുക്ക് ഡയറക്ടർ ആണെങ്കിൽ 5000 പ്ലസ് എഴുതിയെടുക്കാം. നമ്മളവിടെ പ്ലാറ്റിനം ആയി കഴിഞ്ഞാൽ ഏകദേശം 20,000 എഴുതിയെടുക്കാം. നിങ്ങൾ റെഡ് ഡയമണ്ട് ഡയറക്ടറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ 1,00,000 രൂപ നിങ്ങൾക്ക് എഴുതിയെടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. സിഗ്നേച്ചർ ചെയ്ത് വെച്ചിരിക്കുന്ന ചെക്കുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോവുക. എല്ലാവർക്കും വലിയൊരു വിജയം ഉണ്ടാവട്ടെ. പ്ലാൻ പഠിക്കുക. പ്ലാൻ പഠിച്ചാൽ നമുക്ക് ഈ ബിസിനസ് സീരിയസ് ആയിട്ട് ചെയ്യാൻ പറ്റും.